ജോയ് ഫാക്ടർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവിടെ വലിയ തോതിൽ ഈ KT ജലീലിനോട് അവിടെ വലിയ തോതിൽ ആളുകൾക്ക് ഒരു അമർഷമുണ്ട് എന്ന് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പലതും സൂചിപ്പിക്കും. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഒരു തരംഗത്തിൽ ഒരുപക്ഷെ KT ജലീൽ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തവനൂരില് KT ജലീൽ തോറ്റുപോകും. അല്ല, അത് തന്നെയല്ല ഞാനും പറഞ്ഞു. അതല്ല, അത് ഭയങ്കര ഉറപ്പിച്ച് പറയുന്നു. അത്രയ്ക്കും ഉറപ്പായിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണ് വേണു? അത് ലീഗിന്റെ ഒരു കടുത്ത തീരുമാനമാണ്. ബാക്കി വിജയം പറയട്ടെ. അതായത് ലീഗ് ഇങ്ങനെ നോക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തവനൂര്. പക്ഷെ അപ്പോഴും ലീഗ് നേതാക്കൾ, ഞങ്ങൾ പേഴ്സണലി കണ്ട സമയത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞാൽ ഞങ്ങളുടെ സീറ്റ് ഉള്ളത് കോൺഗ്രസിന്റെ സീറ്റാണ്, ജോയിയാണ് കോൺഗ്രസ് മത്സരിപ്പിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ജോയിയെ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി തന്നെ ഞങ്ങൾ ആ മണ്ഡലത്തിൽ അവതരിപ്പിക്കും. KT ജലീലിനെ നിയമസഭ കാണിക്കില്ല എന്നത് ലീഗിന്റെ ഒരു തീരുമാനമായിരുന്നു, പ്രഖ്യാപിത തീരുമാനമാണ്. അത് നടപ്പാകും എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ജോയി സ്വത്താണ് ജോയി, മുത്താണ് ജോയി എന്ന പാട്ട് തവനൂരുകാർ തെരഞ്ഞെടുപ്പിന് ഫലം അറിഞ്ഞ ശേഷം പാടും എന്നാണ് ഞാൻ കരുതുന്നത്. പറയാൻ കാരണം ലീഗിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു റിവഞ്ച് ഉണ്ട് ഇതിനകത്ത്. മലപ്പുറം ഞങ്ങൾ മൊത്തമായിട്ട് എടുക്കും, കോഴിക്കോട് പറ്റാവുന്ന അത്ര എടുക്കും എന്ന് പറയുന്നുണ്ട് ലീഗ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ജലീലുമായിട്ട് വേറെ കണക്ക് അല്ലാണ്ടും ഉണ്ട്, ഇതല്ലാത്തൊരു കണക്കും കൂടി ഉണ്ട് ജലീലുമായിട്ട്. രണ്ടും കൂടെ ചേരുമ്പോൾ എനിക്ക് അപ്പൊ എങ്ങനെയാ ഇപ്രാവശ്യം നമ്മളത് അങ്ങോട്ട് തൂക്കിയല്ലേ അല്ലേ? അപ്പൊ ഇത് പറയുമ്പോ ചിലപ്പോ ചില കൃമികീടങ്ങൾ ചോദിക്കും കഴിഞ്ഞ 2 തവണ എന്നൊക്കെ. കഴിഞ്ഞ 2 തവണയൊക്കെ തവനൂരിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് UDF-നകത്ത്, മനസ്സിലായില്ലേ? അതൊക്കെ ഇപ്രാവശ്യം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം അതങ്ങോട്ട് തീരുമാനിച്ചുറപ്പിച്ചതാ. അതുകൊണ്ട് തന്നെയാണ് VS ജോയിയെ UDF-ന്റെ സ്ഥാനാർത്ഥി ആയിട്ടല്ല ലീഗ് കണ്ടിട്ടുള്ളത്, മറിച്ച് ലീഗിന്റെ സ്ഥാനാർത്ഥി ആയിട്ടാ. ഇത് തെരഞ്ഞെടുപ്പിന് മുൻപ്, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ്, സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപ് KT ജലീലിന് അറിയാം, KT ജലീലിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആട് ജലീല് ആദ്യമൊക്കെ ഞാൻ മത്സരിക്കുന്നില്ല എന്ന നിലപാടെടുത്തത്. പിന്നെ മലപ്പുറത്ത് സ്വാഭാവികമായിട്ടും സ്വതന്ത്രന്മാരാണല്ലോ. ഈ സ്വതന്ത്രന്മാരെ കിട്ടാതെ വന്നപ്പോഴാണ് ജലീലിനെ അവിടെ കെട്ടിയിറക്കിയത്, അവിടെ നിർബന്ധിപ്പിച്ച് മത്സരിപ്പിച്ചതാ. ഇത്തവണ കൂടി മത്സരിക്കണം എന്നുള്ള ഒരു കൽപ്പനയുടെ പുറത്ത്, കൽപ്പന എവിടുന്നാ വന്നത് എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള ഒരു കൽപ്പനയുടെ പുറത്താണ് ജലീൽ മത്സരിക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഭൂട്ടാനിലുള്ള ജലീൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഞാൻ തിരിച്ചു വരുന്നില്ല, റിസൾട്ടൊക്കെ വന്ന് UDF ഗവൺമെൻറ്റൊക്കെ വന്ന് മുഖ്യമന്ത്രിയൊക്കെ കസേരയിൽ ഇരുന്ന് സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞിട്ടേ ഞാനിനി തിരിച്ചു വരുന്നുള്ളൂ എന്നുള്ളതാണ് ജലീലിൻ്റെ നിലപാട്. മനസ്സിലായില്ലേ? ഇവിടെ ജലീലിനെ ഇപ്രാവശ്യം നിയമസഭയിൽ വേണ്ട എന്ന് ലീഗ് തീരുമാനിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ജലീലിൻ്റെ ഒരു ചെറ്റത്തരമാണ്. ജലീൽ കാണിച്ച ഒരു ചെറ്റത്തരമാണ്. അത് വയനാട്ടിലെ ദുരിതബാധിതരുമായി ബന്ധപ്പെട്ട് ലീഗ് ഉണ്ടാക്കിയ ടൗൺഷിപ്പ്, ആ ടൗൺഷിപ്പ് ലീഗ് എന്ത് കാര്യത്തെയും പോലെ ഈ ടൗൺഷിപ്പിനെയും ലീഗ് നോക്കിക്കണ്ടതും അതിനോടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതും വളരെ കൃത്യമായിട്ട് വളരെ 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 അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ലീഗ് അതിനെ സമീപിച്ചത്. അവിടെ ഈ എരപ്പൻ ഒരു ചെറ്റത്തരം കാണിച്ചു. ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരാളും, ഒരു എതിരാളിയും, ഒരു ശത്രുവും മറ്റൊരാളോട് ചെയ്യാത്ത ചെറ്റത്തരം. ലീഗിൻ്റെ ഈ പറയുന്ന ടൗൺഷിപ്പ് മുടക്കാൻ ഈ എരപ്പൻ വേണ്ട പണികൾ എടുത്തിട്ടുണ്ട്. ലീഗിൻ്റെ ടൗൺഷിപ്പ് മുടക്കാൻ ഈ എരപ്പൻ വേണ്ട പണികൾ എടുത്തിട്ടുണ്ട്. അത് മുടങ്ങും എന്നുള്ളത് ഇവൻ ഉറപ്പിച്ചതുമാ. കാരണം ഇവനെടുത്ത പണിക്ക് അതിങ്ങനെ തലയുയർത്തി നിൽക്കാൻ സാധ്യതയില്ലാത്തതാ. ഇവൻ്റെ പാരക്ക് ലീഗിൻ്റെ വീടുകൾ ഇന്ന് അവിടെ തലയുയർത്തി നിൽക്കാനും അവിടെ കുടുംബങ്ങൾ താമസിക്കാനും പാടില്ലാത്തതാ. അത്രയേറെ പണി ഈ എരപ്പൻ അവിടെ എടുത്തിട്ടുണ്ട്. അത് ഈ എരപ്പൻ മാത്രമാണ് അതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലീഗ് ഒരു തീരുമാനമെടുത്തത്. ഈ എരപ്പൻ ഇനി നിയമസഭയിൽ വേണ്ട എന്നുള്ള തീരുമാനമെടുക്കാൻ ഉണ്ടായ കാരണവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ സീറ്റായ തവനൂര്, അവിടെ അത് കോൺഗ്രസിൻ്റെ സീറ്റല്ല, അവിടെ സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാരനാണെങ്കിൽ കൂടി
ആ സ്ഥാനാർത്ഥി ഇത് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. VS ജോയിയെ വിജയിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിനേക്കാളൊക്കെ ഉപരി അത് ലീഗിന്റെ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ലീഗ് ഇറങ്ങി പുറപ്പെട്ട് പണിയെടുത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം 2025 ഡിസംബർ 13 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതോടുകൂടി ജലീൽ ഒരു കാര്യം സംശയമില്ലാതെ ഉറപ്പിച്ചതാ, താൻ ഇപ്രാവശ്യം തവനൂരിൽ മത്സരിക്കില്ല. താൻ ഇപ്രാവശ്യം മത്സരിക്കില്ല എന്ന് ഉറച്ച തീരുമാനം ജലീൽ എടുത്തതാ. പിന്നെ എന്താ ജലീൽ മത്സരിച്ചേ? ജലീലിന് മത്സരിക്കുകയല്ലാതെ വേറെ വഴികൾ ഉണ്ടായിരുന്നില്ല. കാരണം ജലീലിനോട് കമൻ്റ് ചെയ്ത വ്യക്തി, ജലീലിനോട് ആവശ്യപ്പെട്ട ആളോട് ജലീലിന് നോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സോടെയാണ് ഈ തവണ ജലീൽ തവനൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയത്. അത് വെറുതെ ഒന്നല്ല അങ്ങനെ മനസ്സില്ലാതായത്. ജലീലിന് MLA ആകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ജലീലിന് നിയമസഭയിൽ പോയിരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഒരു പരാജയം അത് ജലീലിനറിയാം. അത് ജലീലിന് ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട ഘട്ടത്തിലേക്ക് ജലീലിനെ കൊണ്ടു ചെന്നെത്തിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ജലീൽ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിൽ ആദ്യഘട്ടത്തിലെടുത്തത്. പിന്നീട് ചില നിർബന്ധങ്ങൾക്ക് വഴങ്ങി, ഇതല്ലാതെ വേറെ വഴിയില്ല, ഓപ്ഷൻ B ഇല്ലാത്ത അവസ്ഥയിൽ ഓപ്ഷൻ Aക്ക് വഴങ്ങി എന്നുള്ളതാണ് ജലീലിൻ്റെ. അപ്പോൾ എങ്ങനെയാ നമ്മൾ 4-ാം തീയതി വൈകുന്നേരം ആട് ബിരിയാണി തന്നെ അങ്ങോട്ട് വിതരണം വേണ്ട വിധം വയറ് നിറയെ അൺലിമിറ്റഡ് കൊടുക്കില്ലേ തവനൂരിലെ? കൊടുക്കുക. ഡൺ, ഡീൽ, സെറ്റ്, ഓക്കെ. അപ്പോൾ അതാണ് കാര്യം എന്ന് പറയുന്നത്. ജലീലിന് ഇത് ഉറപ്പില്ലാത്ത കാര്യമൊന്നായിട്ടൊന്നല്ല. ജലീലിന് മത്സരിച്ച ഇപ്രാവശ്യം തവനൂരിൽ നിന്ന് വിജയിച്ച് കയറുമെന്ന് പ്രതീക്ഷ ഉണ്ടായിട്ടുമല്ല മത്സരിക്കാൻ ഇറങ്ങിയത്. അതൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു സാഹചര്യം, ഒരു ഘട്ടം, ഒരു നിർബന്ധിത ഘട്ടം, അങ്ങനെ ഒരു നിർബന്ധിത ഘട്ടത്തിൽ ജലീലിന് അത് ഏറ്റെടുക്കേണ്ടി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ തവനൂരിൽ കഴിഞ്ഞ 2 തവണ നിങ്ങൾ എന്തുണ്ടാക്കി എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് തവനൂരിൽ എന്താ ഉണ്ടായത് എന്നൊക്കെ ഈ ചോദിക്കുന്ന ആളുകൾക്ക് നല്ല ബോധ്യമുള്ളതാ. മനസ്സിലായില്ലേ? അവിടെ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം മലപ്പുറത്ത് ആനമുട്ട ജലീലിൻ്റെ അണ്ണാക്കിലേക്ക് തള്ളും. മെയ് 4 വൈകുന്നേരം ആനമുട്ട നന്നായിട്ട് പുഴുങ്ങിയിട്ട്, ഓംലെറ്റ് അല്ല, നന്നായിട്ട് പുഴുങ്ങിയിട്ട് ആ ആനമുട്ട ജലീലിൻ്റെ അണ്ണാക്കിലേക്ക് 16-ൽ 16ഉം 16 ഔട്ട് ഓഫ് 16. അതാണ് മെയ് 4 മലപ്പുറത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നത്. മലപ്പുറത്തിൻ്റെ ചിത്രം അതാ, 16 ഔട്ട് ഓഫ് 16. അതിൽ ജലീലും പെടുത്തും. മനസ്സിലായില്ലേ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തവനൂർ നിയോജക മണ്ഡലത്തിലെ എത്ര പഞ്ചായത്താ? 7-ഓ 8-ഓ ഏറ്റവും ഇങ്ങോട്ട് അടിവേരറുക്കം പിഴുതാണ് എടുത്തത് UDF. അടിവേരറുക്കം മാന്തി. ഒന്നും ഒരു കനൽ തരി പോലും അവിടെ ബാക്കിയാക്കിയിട്ടില്ല. അടിവേര എടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമുണ്ട്. പിന്നെ 2024 ജലീൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ഘട്ടം എവിടെയാണെന്നറിയോ? കൃത്യമായിട്ട് ഏത് പോയിന്റിലാണ് ഇനി ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ മത്സരിച്ചാൽ പരാജയപ്പെടും എന്ന് ജലീൽ ഉറപ്പിച്ചത്, ജലീലിന് ബോധ്യമായത് എപ്പോഴാണെന്നറിയോ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ്. അബ്ദുസ്സമദ് സമദാനിക്ക് തവനൂര് മണ്ഡലത്തിൽ നിന്ന് മാത്രം ലഭിച്ച ഭൂരിപക്ഷം എത്രയാണെന്നറിയോ? അപ്പോൾ ആ ഭൂരിപക്ഷം കണ്ടിട്ടാണ് ജലീൽ അന്ന് എടുത്ത തീരുമാനം, ഈ പണി ഇവിടെ നിർത്തുക എന്ന്. അത് കഴിഞ്ഞ് 2025 ലാസ്റ്റിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞോടുകൂടി ചുൽത്താനായി. ചുൽത്താൻ ഇപ്പം ഭൂട്ടാനിൽ അവിടെ തന്നെ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടും അതിൻ്റെ ആരവങ്ങളും സത്യപ്രതിജ്ഞയും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നാട്ടിലേക്കുള്ളൂ എന്നാണ് ചുൽത്താൻ പറയുന്നത്. ചുൽത്താൻ അവിടെ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. ഭൂട്ടാനിലിപ്പോൾ മൂപ്പര് ഒരു പുതിയ പഠനം നടത്തിക്കൊണ്ടിരിക്കുക. എന്താ പഠനം? തിരിച്ചു വന്നിട്ട് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടല്ല, റിസൾട്ടൊക്കെ വന്ന് ഈ പറയുന്ന UDF അധികാരത്തിൽ വന്നു, UDFൻ്റെ സർക്കാർ വന്നു, ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് മൂപ്പര് ഇവിടെ പ്രയോഗിക്കാനുള്ള
ഒരു ചെപ്പടി വിദ്യ, ആ ചെപ്പടി വിദ്യയുടെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ലീഗിൻ്റെ വീടിന് വിള്ളലുണ്ടോ, ചോർച്ചയുണ്ടോ, ഓട്ടയുണ്ടോ, ചലനമുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുക. ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചുള്ള പഠനം അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഭൂട്ടാനിൽ തന്നെ തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും മെയ് 4-ന് ആട് ബിരിയാണി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് പള്ള നിറച്ചും പിന്നെ കുറച്ചും വേണേ വീട്ടിലേക്ക് കൊണ്ടുപോകാനും തരും. തവനൂർക്ക് വന്നാൽ മതി. നല്ല മുട്ടനാടിൻ്റെ ഇറച്ചി, മുട്ടനാടിൻ്റെ ബിരിയാണി അതാണ് വെക്കാൻ പോകുന്നത്. വേണ്ടവർക്ക് തവനൂരിലേക്ക് വരാം. മുത്താണ് ജോയി, സ്വത്താണ് ജോയി, അതാണ് തവനൂരിലെ ഗാനം. ഓക്കെ, റെഡി, ഗോ.